പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തെയും മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും എളിമപ്പെടുത്തി സംയമനത്തോടെ വ്യാപരിച്ച് ആത്മരക്ഷയ്ക്ക് ഉപയുക്തമായി തീരുവാൻ നോമ്പുകാലം നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മോട് തിരുസഭാ മാതാവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ തന്റെ ദൗത്യപൂർത്തീകരണത്തിന് മുൻപ് കടന്നുപോയ ദിനങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ഒരേ സമയം മനുഷ്യപുത്രനും ദൈവപുത്രനുമായിരുന്ന അവിടുന്ന് തന്റെ കുരിശുമരണം മുൻപിൽ കണ്ട് ഏറെ അസ്വസ്ഥനായി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ മണിക്കൂറിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. തന്റെ ദൗത്യപൂർത്തീകരണത്തിന് വേണ്ട അനുഗ്രഹവും കൃപയും ധൈര്യവും വർഷിക്കണമേ എന്ന പ്രിയപുത്രന്റെ പ്രാർത്ഥന സ്വീകരിച്ച പിതാവായ ദൈവം മറുപടി നൽകുന്നു. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ നാം ആശ്രയിക്കേണ്ടത് നമ്മുടെ ദിവ്യനാഥനെ തന്നെയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്കായി മുറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദിവ്യനാഥനായ ഈശോ, അവിടുന്ന് നമുക്ക് വേണ്ടി തന്റെ ജീവനും രക്തവും ഓരോ വിശുദ്ധ ബലിയിലും മുറിച്ചു നൽകുമ്പോൾ നാം ആ വിശുദ്ധ ബലിയിൽ അണഞ്ഞുകൊണ്ട് അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുവാനും നമുക്ക് സാധിക്കണം. സഹനങ്ങൾ തളർത്തുമ്പോൾ, ദുഃഖങ്ങൾ ആകുലരാക്കുമ്പോൾ വചനം നമുക്ക് എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനത്തെ ആശ്രയിച്ച് ജീവിക്കുവാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ പ്രതിസന്ധികളിൽ നാം സന്തോഷഭരിതരായി തീരുന്നത്. കാരണം എന്റെ വേദനകളിൽ ഞാൻ തനിച്ചല്ല, എന്നെ സ്നേഹിക്കുന്ന എന്റെ നല്ല ദൈവം എന്നോടൊപ്പമുണ്ട്. എന്റെ ദൈവം എനിക്ക് അനുവദിക്കുന്നതെല്ലാം എന്റെ നന്മയ്ക്കാണെന്നുള്ള ഉറച്ച ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണവും പ്രത്യാശാപൂരിതവും രക്ഷാകരവുമായി തീരുന്നു. നമുക്കറിവുള്ളതുപോലെ ശിഷ്യന്മാരോട് ഒരിക്കൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്കൊന്നും സാധിക്കാതെ പോകുന്നതെന്ന്. കടലിനെ ശാന്തമാക്കിയ അവസരത്തിൽ അവിടുന്ന് അവരെ ശാസിക്കുക പോലും ചെയ്യുന്നുണ്ട്. നമ്മുടെ അല്പവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതും നമുക്ക് ക്രിസ്തുവിൽ നിന്ന് നേടിയെടുക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്. കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന അവിടുത്തെ വാഗ്ദാനം നമുക്ക് ഓർത്തു വെക്കാം. നമ്മുടെ എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിൽ ഒന്നായിത്തീരുക, അവന്റെ നിത്യജീവനിൽ പങ്കാളിയാവുക, നിത്യജീവൻ അനുഭവിക്കുക എന്നുള്ളതാണ്. നോമ്പുകാലത്തിൽ വ്യത്യസ്തങ്ങളായ ചിന്തകളും വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളും പല വഴികളിലൂടെയും നാം സ്വാംശീകരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളാകുന്ന നന്മയ്ക്ക്, ഈശോയിൽ ഒന്നായിത്തീരുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.